ഹായ് ഫ്രണ്ട്സ്. ഈ ഒരു ടോപ്പിക്ക് മധ്യകാല ഇന്ത്യ കലയും സാഹിത്യം എന്നുള്ള ടോപ്പിക്കാണ്. ഇതിൽ 6ാം ക്ലാസ്സിലെ തന്നെ 7ാമത്തെ ചാപ്റ്ററാണിത്, സോഷ്യൽ സയൻസിൻ്റെ. ഇതിൽ നമ്മൾ പഠിക്കുന്ന മിഡീവൽ ഇന്ത്യയിൽ മെയിനായിട്ട് കലയും അതേപോലെ അവരുടെ ആ ടൈമിലുണ്ടായിരുന്ന സാഹിത്യവും കലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ തന്നെ കാണാൻ പറ്റും. ഒത്തിരി എന്നിട്ട് കലാപരമായിട്ടുള്ള പല നിർമ്മിതികളും ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മധ്യകാല ഇന്ത്യ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ പല നിർമ്മിതികളും എവിടെയാണ് സ്ഥലം എന്നും അതേപോലെ അത് ഏത് ടൈപ്പാണെന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റിലത്തെ പോയിന്റ്, പ്രശസ്ത ഒഡിയ സാഹിത്യകാരി പ്രതിഭ റായ് ശിലാപത്മം എന്ന നോവലിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് നൽകിയ വിവരണം. അപ്പോൾ അതൊന്നും വേണ്ട, ഇതിൽ ഓർത്തൊക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഒഡിയ സാഹിത്യകാരി ആണ് പ്രതിഭ റായ്, അവരുടെ നോവലാണ് ശിലാപത്മം കേട്ടോ. അതൊന്ന് ഓർത്തോക്കണേ. കാരണം നമുക്കറിയാം PSC പലപ്പോഴും ഉള്ളിൽ നിന്ന് തന്നെ എടുത്തിട്ട് ചോദിക്കാറുണ്ട്. അവർ തന്ന സെൻറ്റൻസ് നിന്നൊക്കെ എടുത്തിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നോർമലി ശില ഒഡിയാറായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ ശില ഒഡിയാറായി എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ പ്രതിഭ റായി എന്നും ശിലാപത്മം എന്നും എന്ത് കിട്ടും, ഒഡിയ സാഹിത്യകാരിയാണെന്നുള്ളതൊക്കെ അവിടെ കിട്ടും. അതേപോലെ കൊണാർക്കിലെ സൂര്യക്ഷേത്രം കേട്ടോ, കൊണാർക്കിലെ സൂര്യക്ഷേത്രം. അപ്പോൾ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊണാർക്കിലാണ്. കൊണാർക്ക് ഒഡീഷ കേട്ടോ, ഒഡീഷയിലാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം. ഒഡീഷ ഓർത്തോക്കണം. ഒഡീഷയിലാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ് പറയുകയാണെങ്കിൽ, തെക്കേ ഇന്ത്യയിലെ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയ രാജാക്കന്മാരായിരുന്നു പല്ലവന്മാർ. അപ്പോൾ പല്ലവന്മാരുടെ ആസ്ഥാനം കേട്ടോ, പല്ലവന്മാരുടെ ആസ്ഥാനം തെക്കേ ഇന്ത്യയിലെ കാഞ്ചീപുരമായിരുന്നു അവരുടെ ഭരണ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി അവരുടെ പ്രധാന തുറമുഖ നഗരമായിരുന്നു മഹാബലിപുരം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മഹാബലിപുരം അവരുടെ പ്രധാന തുറമുഖമായിരുന്നു. ആരുടെ? പല്ലവന്മാരുടെ. അതേപോലെ പല്ലവ രാജാവായിട്ടുള്ള നരസിംഹവർമ്മൻ്റെ കാലത്ത് അവിടെ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ പഞ്ചരഥങ്ങൾ എന്നാണ് അറിയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ പഞ്ചരഥങ്ങൾ അറിയപ്പെട്ടതെന്നാണ് പല്ലവ രാജാവായിട്ടുള്ള നരസിംഹവർമ്മൻ്റെ കാലത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങളാണ് എന്തറിയപ്പെട്ടത്, പഞ്ചരഥങ്ങൾ എന്ന് അറിയപ്പെട്ടത്. ഇനി അടുത്തതാണ് മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ. അപ്പോൾ എല്ലോറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. എല്ലോറ മഹാരാഷ്ട്ര കേട്ടോ, എല്ലോറ മഹാരാഷ്ട്ര. ഈ എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ ഇത്തരത്തിൽപ്പെട്ടവയാണ്. ഏതിൽപ്പെട്ടത്? ഈ പഞ്ചരഥങ്ങളിൽ പെട്ടവയാണ് എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ. ഒറ്റ കല്ലിൽ തീർത്ത കേട്ടോ, ഒറ്റ കല്ലിൽ തീർത്ത ക്ഷേത്രങ്ങളിൽപ്പെട്ടതാണ് ഏത്, ഈ ഒരു എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ. 6ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്താണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. അതേപോലെ അത് ബൗദ്ധർ, അതായത് ബുദ്ധമതത്തിൻ്റെയും ജൈനർ, വൈഷ്ണവർ, ശൈവർ എന്നിവരുടെ ക്ഷേത്രങ്ങൾ നമുക്ക് എല്ലോറയിൽ കാണാവുന്നതാണ്. അപ്പോൾ എല്ലോറ എന്നുള്ളത് ഒരു മതത്തിൻ്റെ മാത്രം ക്ഷേത്രമല്ല അവിടെ ഉള്ളത്. ബുദ്ധമതത്തിനുണ്ട്, ജൈനമതത്തിനുണ്ട്, അതേപോലെ വൈഷ്ണവരുടെയും ശൈവരുടെയും ക്ഷേത്രങ്ങൾ എന്തുണ്ട് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ആസാമിലെ കാമാഖ്യ ക്ഷേത്രം കേട്ടോ. ഇത് ഓരോ ക്ഷേത്രവും അതിൻ്റെ പേര് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഈ കാമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ആസാമിലാണ്. അത് നിർമ്മിച്ചിരിക്കുന്ന ആരാ? ചോള രാജാവായിട്ടുള്ള രാജരാജൻ തഞ്ചാവൂരിൽ നിർമ്മിച്ചതല്ല. ആസാമിലെ കാമാഖ്യ ക്ഷേത്രം നമുക്ക് എന്തായാലും നിർമ്മിച്ച ആരാന്ന് പഠിക്കേണ്ട, ആസാമിലെ കാമാഖ്യ ക്ഷേത്രം. ഇനി ചോള രാജാവായിട്ടുള്ള രാജരാജൻ നിർമ്മിച്ച തഞ്ചാവൂരിൽ നിർമ്മിച്ച ബൃഹദീശ്വര ക്ഷേത്രം. ബൃഹദീശ്വര ക്ഷേത്രം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബൃഹദീശ്വര ക്ഷേത്രം എവിടെയാണ്? തഞ്ചാവൂരിലാണ്, തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് ബൃഹദീശ്വര ക്ഷേത്രം. അത് നിർമ്മിച്ചിരിക്കുന്നത് ചോള രാജാവായിട്ടുള്ള രാജരാജ ചോളൻ കേട്ടോ. രാജരാജ ചോളനാണ് ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചത്. അതിൻ്റെയൊക്കെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാത്തിൻ്റെ പിക്ചർ എന്ത് ചെയ്യുന്നുണ്ട്, SCRTയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മധ്യപ്രദേശിലെ കാജുരാഹോ ക്ഷേത്രം. ഓക്കെ, കാജുരാഹോ ക്ഷേത്രം എവിടെ വരുന്നത്? മധ്യപ്രദേശിൽ കാജുരാഹോ ക്ഷേത്രം, മധ്യപ്രദേശ്. ഇനി അടുത്തത്, സൽത്താനത്തെ ഭരണകാലത്ത് ഇന്ത്യയിൽ ഒരു പുതിയ വാസ്തുവിദ്യാശൈലി രൂപപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഇത്രയേറെ പറഞ്ഞത് ക്ഷേത്രങ്ങളെ പറ്റിയാണ് ഏകദേശം പറഞ്ഞത്. ഇനി സൽത്താനത്തെ കാലഘട്ടത്തിൽ ഇസ്ലാമിക് ടച്ചുള്ള എന്ത് ചെയ്തിട്ടോ ഒരു വാസ്തുവിദ്യ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാശൈലി എന്ന് അറിയപ്പെട്ടത്. ഇൻഡോ ഇസ്ലാമിക് എന്ന് വെച്ചാൽ ഇന്ത്യൻ ടച്ചും ഉണ്ട്, അതേപോലെ ഇസ്ലാമിക് ടച്ചും ഉണ്ട്. ഇസ്ലാമിക് ടച്ച് എന്ന് പറയുമ്പോൾ അവർ സൽത്താനത്ത് അവർ വന്ന ടൈമിൽ ഇറാൻ ആ ഒരു ഏരിയയിലുള്ളത് ഒരു വാസ്തുവിദ്യാ ശൈലിയാണ് അവർ കൊണ്ടുവന്നത്. ഇനി ഈ വാസ്തുവിദ്യാ ശൈലിയുടെ സവിശേഷതകളാണ് ഈ താഴെ പറയുന്നത്. അതായത് എന്തുണ്ടാവും,
കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതകളാണ്. അതേപോലെ തന്നെ കെട്ടിടങ്ങളിൽ അലങ്കാരത്തിന് വേണ്ടി എന്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു? പുഷ്പങ്ങളും സസ്യങ്ങളും രൂപങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമാനങ്ങൾ ഇതൊക്കെ ഇവിടെ കാണാം. നിങ്ങൾക്ക് മിനാരം കാണാം, കമാനം കാണാം, താഴികക്കുടം കാണാം. ഇതൊക്കെ അവരുടെ ഒരു സ്ട്രക്ചറിൻ്റെ പ്രത്യേകതയായിരുന്നു. അതേപോലെ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ മുതലായവയാണ് എന്ത് ചെയ്തത്? ഉപയോഗിച്ചത്. അതേപോലെ നിർമ്മിതികളോട് ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങളും ഇവർ എന്ത് ചെയ്തു? ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വാസ്തുവിദ്യാശൈലിയിൽ പണിത ആദ്യത്തെ നിർമ്മിതിയാണ് ഇത് കുത്തബ് മിനാർ. കുത്തബ് മിനാർ നിങ്ങൾക്ക് കൂടെ കാണാം. കുത്തബ് മിനാർ ആദ്യത്തെ ഈ ശൈലിയിൽ നിർമ്മിച്ച ഇൻഡോ ഇസ്ലാമിക് ടച്ചിൽ നിർമ്മിച്ച ആദ്യത്തെ വാസ്തുവിദ്യയാണ് ഏത്? കുത്തബ് മിനാർ. ആദ്യത്തെ ബിൽഡിംഗ്. അത് ആരാ നിർമ്മിച്ചത്? സൽത്താൻ്റെ സ്ഥാപനമായത് കുത്തുബുദ്ദീൻ ഐബക്കാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കേട്ടോ. ആരംഭിച്ചത് ഇയാളാണെങ്കിലും പൂർത്തിയാക്കുന്നത് ഇയാളല്ല. അതിനൊക്കെ ശേഷമാണ് ഇൽത്തുമിഷാണ് എന്ത് ചെയ്യുന്നത്? ഇൽത്തുമിഷ് ഇയാളുടെ പിൻഗാമിയായിട്ട് വരുന്ന ഇൽത്തുമിഷാണ് ഇതിൻ്റെ നിർമ്മാണം എന്ത് ചെയ്യുന്നത്? പൂർത്തിയാക്കുന്നത്. അതേപോലെ തന്നെ മുഗൾ കാലഘട്ടത്തിൽ ഇൻഡോ ഇസ്ലാമിക് ശൈലി കൂടുതൽ പ്രചാരം നേടി. ഇപ്പോൾ സൽത്താനത്തെ കാലം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? മുഗൾ കാലഘട്ടം വരുന്നത്. അപ്പോൾ അത് കൂടുതൽ പ്രചാരം നേടി. കാരണം ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഹുമയൂണിൻ്റെ ശവകുടീരം ഈ ശൈലിയിൽ നിർമ്മിച്ചതാണ്. ഹുമയൂൺ ശവകുടീരനൊക്കെ ഇവിടെ കാണാം. ഡൽഹിയിലുള്ള ഹുമയൂണിൻ്റെ ശവകുടീരം. ഇനി വരുന്നതൊക്കെ ഏകദേശം ഡൽഹി, ഉത്തർപ്രദേശ് ഭാഗങ്ങളിലാണ് ഏകദേശം ഇവരുടെ എന്ത് ചെയ്യുന്നത്? ഇവരുടെ എല്ലാ നിർമ്മിതികൾ വരുന്നത്. കാരണം മുഗളന്മാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഏതായിരുന്നു? UP കേന്ദ്രീകരിച്ചിട്ടാണ് ഇന്നുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഈ ഹുമയൂണിൻ്റെ ശവകുടീരത്തിൻ്റെ പ്രത്യേകത കേട്ടോ. ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും കൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും. താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് മാതൃകയാക്കിയത് ഈ സ്മാരകത്തെയാണ്. ഓക്കെ, അത് ഓർത്ത് വെക്കണേ. താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് മാതൃകയാക്കിയത് ഏത് സ്മാരകമാണെന്ന് ചോദിച്ചാൽ അത് ഹുമയൂണിൻ്റെ ശവകുടീരമാണ്. ഡൽഹിയിലുള്ള ഹുമയൂണിൻ്റെ ശവകുടീരം. ഇനി അടുത്തത് താജ്മഹലിനെ പറ്റിയാണ് പറയുന്നത്. മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ പത്നി മുംതാസ് മഹലിൻ്റെ ഓർമ്മക്കായിട്ട് ആഗ്രയിൽ നിർമ്മിച്ച താജ്മഹൽ. ഓക്കെ, അപ്പോൾ ഷാജഹാനാണ് നിർമ്മിച്ചത്. മുംതാസ് മഹലിൻ്റെ ഓർമ്മക്കായിട്ടാണ് നിർമ്മിച്ചത്. ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു ഇൻഡോ ഇസ്ലാമിക് ശൈലിക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇതിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചത് ഏതാണ്? വെള്ള മാർബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, വെള്ള മാർബിളാണ് ഏതിനുപയോഗിച്ചത്? താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ഇനി അടുത്തതാണ് ഡൽഹിയിലുള്ള ചെങ്കോട്ട. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ചെങ്കോട്ട. ഈ ചെങ്കോട്ട ഒരു പ്രത്യേകത, പൂർണ്ണമായ ചുവന്ന മണൽക്കല്ല് കൊണ്ടാണ് ചെങ്കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. പേരിൽ തന്നെ ഉണ്ട്, ചുവന്നിട്ടാണ്. അതേപോലെ ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലുള്ള മറ്റൊരു നിർമ്മിതിയാണ് ഡൽഹി ജുമാ മസ്ജിദ്. മാർബിളും ചുവന്ന കല്ലും ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു ഡൽഹിയിലെ ജുമാ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ ദക്ഷിണ ഭാഗത്തോട്ട് വരുവാണ്. ആ UP വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, മുഗൾ ഭരിച്ച അതേ ടൈമിൽ തന്നെ ഈ ദക്ഷിണ ഭാഗത്തോട്ട് പല സുൽത്താന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ബാമിനി കിങ്ഡം ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ബാമിനി സുൽത്താന്മാരുടെ കാലത്ത് നിർമ്മിച്ച ഗോൾ ഗുംബാസ് ബീജാപ്പൂർ കേട്ടോ. അത് ചോദിക്കാറുണ്ട്. ഗോൾ ഗുംബാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത്. ഗോൾ ഗുംബാസ് ബീജാപ്പൂരാണ്. അത് ഗോൾ ഗുംബാസ് ബീജാപ്പൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് നിങ്ങൾ പഠിക്കേണ്ടത് ഗോൾ ഗുംബാസ് കർണാടകയിലാണ് കേട്ടോ. ഗോൾ ഗുംബാസ് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോൾ ഗുംബാസ് ഡൽഹി ബാമിനി സുൽത്താന്മാർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബാമിനി സുൽത്താന്മാരുടെ ഗോൾ ഗുംബാസ് ബീജാപ്പൂർ വരുന്നത് കർണാടകയിലാണ്. ബീജാപ്പൂർ. അടുത്തത് കുത്തബ് ഷാഹി സുൽത്താന്മാരുടെ കാലത്ത് നിർമ്മിച്ച ചാർമിനാർ വരുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദ്. കുത്തബ് ഷാഹി സുൽത്താന്മാരുടെ കാലത്ത് നിർമ്മിച്ച ചാർമിനാർ വരുന്നത് ഹൈദരാബാദിലാണ്. ഇവയും എന്തിന് എക്സാമ്പിളാണ്? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ ശൈലിക്ക് എക്സാമ്പിളായിട്ടുള്ളതാണ് ഇതൊക്കെ. ഓക്കെ, അതൊക്കെ ഓർത്ത് വെക്കണേ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും ഏത് ലൊക്കേഷനിലാണ് വരുന്നതെന്നും ആരാണ് നിർമ്മിച്ചതെന്നും എന്ത് ചെയ്യണം? പഠിച്ചു നോക്കണം. ഇനി അടുത്തത് വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ച പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വിട്ടല സ്വാമി ക്ഷേത്രവും അതേപോലെ തന്നെ ഹസാര രാമക്ഷേത്രവും കേട്ടോ. വിട്ടല സ്വാമി ക്ഷേത്രവും അതേപോലെ ഹസാര രാമക്ഷേത്രവും അത് ആരാണ് നിർമ്മിച്ചത്? വിജയനഗര രാജാക്കന്മാരാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ വേറെ സെഷനിലേക്ക് പോകണം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നത്. അങ്ങനെ 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഒരു പുതിയ വാസ്തുവിദ്യാശൈലി എന്ത് ചെയ്തു? ഇന്ത്യയിൽ പരിചയപ്പെടുത്തി. അതാണ് ആ ശൈലിക്ക് പറയുന്ന പേരാണ് ഗോതിക് ശൈലി കേട്ടോ. ഗോതിക് ശൈലി. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോർച്ചുഗീസാണ് കൊണ്ടുവന്നത് എന്നുള്ള ഓർത്തൊക്കെ ഞാനൊരു കോഡ് പറഞ്ഞത്. ഇപ്പോൾ പോർച്ചുഗീസിലെ പോരെടുത്താൽ നമ്മൾ ഗോതയിൽ ഇറങ്ങുന്ന എന്തിനാണ്? പോരിന് വേണ്ടിയിട്ടില്ല, ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്. പേരല്ല, പോരിന് വേണ്ടിയിട്ടാണ് യുദ്ധത്തിൽ ഗോതയിൽ ഇറങ്ങുന്നതെന്ന് ഓർത്ത് വെച്ചാൽ ഗോതിക് ശൈലി പോർച്ചുഗീസ് എന്നുള്ളത് ചെയ്യും. അവിടെ ഒന്ന് ഒരു കണക്ഷൻ കൊടുക്കാം. ഇനി കൂർത്ത ഇതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു?
കൂർത്ത ഗോപുരങ്ങളുണ്ട്. കൂർത്ത ഗോപുരങ്ങളുണ്ട്, അതേപോലെ കമാനങ്ങളും ഇതിൻ്റെ മുഖ്യ സവിശേഷതകളാണ്. ഇതിനുള്ള എക്സാമ്പിളാണ് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും അതേപോലെ തന്നെ ഗോവയിലെ ബോം ജീസസ് പള്ളിയും ഇവയ്ക്കുള്ള ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഈ ഒരു ഗോതിക് ശൈലിയിൽ നിർമ്മിച്ച രണ്ട് മെയിനായിട്ടുള്ള പള്ളികളാണ് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോം ജീസസ് പള്ളിയും. ഇനി അടുത്ത സംഗീതവും ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ചെറിയ കുറച്ച് പോയിന്റേ ഉള്ളൂ. അത് ദക്ഷിണേന്ത്യയിൽ കർണാടക സംഗീതം കൂടുതൽ വികാസം പ്രാപിച്ചു. ദക്ഷിണേന്ത്യയിലാകുമ്പോൾ അത് കർണാടക സംഗീതത്തിലെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു കവിയായിരുന്നു ഇത് പുരന്ദരദാസൻ. അപ്പോൾ പുരന്ദരദാസൻ ഏത് സംഗീതത്തിലാണെന്ന് ചോദിക്കൂ, അപ്പോൾ കർണാടക സംഗീതത്തിലാണ്. ഇനി സൽത്താനത്തെ കാലഘട്ടം, മുഗൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് ഒരു പുതിയ സംഗീത ശൈലി രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ അറിയപ്പെടുന്ന ഹിന്ദുസ്ഥാനി സംഗീതം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ മെയിനായിട്ടുള്ള ആളുകൾ അന്നത്തെ സംഗീതജ്ഞൻ എന്ന് പറയുന്നത് ഒന്ന് അമീർ ഖുസ്രു ആയിരുന്നു, പിന്നെന്തായിരുന്നു, ഒന്ന് താൻസനും അമീർ ഖുസ്രു. ഓക്കെ, ഓർത്തോക്കണം, താൻസനും അതേപോലെ അമീർ ഖുസ്രു. ഇവരുടെ കാലത്ത്, അതായത് പ്രത്യേകിച്ച് അമീർ ഖുസ്രുവിൻ്റെ കാലത്ത് ഒരു സംഗീത രൂപം ഇക്കാലത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് കവ്വാലി രാഗം എന്നാണ് പറയുക. കവ്വാലി വളർച്ചയിൽ അമീർ ഖുസ്രു വലിയ പങ്ക് വഹിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കവ്വാലി മിക്കവാറും ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചപ്പോൾ കവ്വാലി രാഗം കൊണ്ടുവന്നതെന്ന രീതിയിൽ ചോദിച്ചപ്പോൾ അമീർ ഖുസ്രു ആണ് ആൻസർ ആയിട്ട് തരുന്നത്. അപ്പോൾ അമീർ ഖുസ്രുവിനെ നിങ്ങൾ ഓർത്തുക്കണം, കവ്വാലി രാഗം. ഇനി അടുത്ത സൂഫി വര്യന്മാർ താമസിച്ചിരുന്ന ഗാൻകകളിൽ രൂപപ്പെട്ട ഒരു സംഗീത രൂപമാണ് കവ്വാലി. നിങ്ങൾ ഈ സിനിമയിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഉസ്താദ് ഹോട്ടൽ പോലെ ഉള്ള സിനിമകളിൽ നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈപ്പാണ് ഈ ഒരു കവ്വാലി രാഗം എന്ന് പറയുന്നത്. കവ്വാലി ഒരു സംഗീതത്തോടൊപ്പം ഒരു ഡാൻസ് കൂടിയുള്ള ഒരു ഫോം. ഇനി ഉറുദു ഭാഷയിൽ രചിക്കപ്പെട്ട ഭക്തി ഗീതങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയുടെ ചടുലമായ താളക്രമത്തിൽ ആലപിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി അതങ്ങനെയാണെന്നുള്ളത്. ഇനി അടുത്തത് സാഹിത്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, സാഹിത്യത്തിലെ ഇപ്പോൾ ഭക്തി പ്രസ്ഥാനം എന്ന് വെച്ചാൽ ദൈവത്തോടുള്ള സ്നേഹവും. ആദ്യം എന്താ ഭക്തി പ്രസ്ഥാനം എന്ന് പറയാം. മധ്യകാലത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും അക്കാലത്തെ സാഹിത്യത്തിൻ്റെ പുരോഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഭക്തി പ്രസ്ഥാനം എന്നാണ് പറയുന്നത്. ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും അടിസ്ഥാനമാക്കി ദക്ഷിണേന്ത്യയിൽ രൂപം കൊണ്ടതാണ് ഭക്തി പ്രസ്ഥാനം. ഓക്കെ, ദക്ഷിണേന്ത്യയിലാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൽ നായനാർമാറും ആഴ്വാറും എന്ന രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു. ഓക്കെ, നായനാർമാറും ഉണ്ട്, ആഴ്വാർമാറും ഉണ്ട്. നായനാർമാർ ശിവഭക്തരായിരുന്നു, അതേപോലെ ആഴ്വാർമാർ വിഷ്ണു ഭക്തരായിരുന്നു. അപ്പോൾ ഇവരുടെ ഫലമായിട്ടാണ് ഇവർ രണ്ടുപേരുടെ ഇതായിട്ടാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. ഇതിൻ്റെ ഗുരുനാനാക്ക്, കബീർദാസ്, തുളസീദാസ്, സൂർദാസ്, തൂക്കാറാം, മീരാബായി, ചൈതന്യ തുടങ്ങിയവരായിരുന്നു ഉത്തരേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രചാരകർ. ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോൾ ഇവരായിരുന്നു മെയിനായിട്ടുള്ള ഭക്തി പ്രസ്ഥാനത്തിനെ പ്രൊമോട്ട് ചെയ്ത ആളുകൾ എന്ന് പറയുന്നത്. ഇനി ഭക്തി പ്രസ്ഥാനത്തിലെ കവികളെല്ലാം സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് കവിതകൾ രചിച്ചത്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് സഹായകമായി. ഒരു പോയിന്റാണ്, ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോ. ഒരു പ്രസ്താവന രീതി തന്നാൽ നിങ്ങൾക്ക് കിട്ടണം. അങ്ങനെ വികാസം പ്രാപിച്ച ഭാഷകളാണ് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ. നമ്മുടെ ഇപ്പോഴുള്ള ഏകദേശ പ്രാദേശിക ഭാഷകളൊന്നാണ് ആ രൂപത്തിൽ വികാസം പ്രാപിച്ചതാണ്. ഇനി അടുത്തതാണ് സൂഫി പ്രസ്ഥാനം എന്ന് വെച്ചാൽ അതായത് ആഡംബര ജീവിതത്തിന് എതിർക്കുകയും ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തവരായിരുന്നു സൂഫികൾ. അറബിയിൽ സൂഫികളാണ്. മറ്റതിൽ ഹിന്ദു മതത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് പകരമായിട്ട് ഇസ്ലാമിക ഇതിൽ സൂഫി പ്രസ്ഥാനമായിരുന്നു അന്ന് നിലവിൽ വന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ പ്രചാരകരായിരുന്നു ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തിയും അതേപോലെ നിസാമുദ്ദീൻ ഔലിയയും തുടങ്ങിയവർ സൂഫി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകർ ആയിരുന്നു. അതൊന്ന് ഓർത്ത് വെച്ചോ, ആ രണ്ട് പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ പ്രാദേശിക ഭാഷകളും ആ ഭാഷകളിൽ എഴുതപ്പെട്ട കൃതികളും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മലയാളത്തിൽ അധ്യാത്മരാമായണം എഴുതിയിരിക്കുന്നത് എഴുത്തച്ഛനാണ്. അതേപോലെ ഹിന്ദിയിൽ രാമചരിതമാനസം എഴുതിയിരിക്കുന്നത് തുളസീദാസാണ്. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മറ്റുള്ളവർക്ക് നിങ്ങളൊന്ന് പഠിച്ചു നോക്കട്ടോ. കന്നഡ വിക്രമാർജുന വിജയം, അത് പമ്പയാണ് എഴുതിയിരിക്കുന്നത്, പമ്പ ഭാരതം എന്നറിയപ്പെടും. തമിഴിൽ ഇരാമവതാരം കമ്പർ എഴുതി. തെലുങ്കിൽ മഹാഭാരതം നന്നയ്യ. അതേപോലെ ഒഡിയയിൽ സരളാദേവി, ഒഡിയ മഹാഭാരതം എഴുതിയിരിക്കുന്നത് സരളാദേവിയാണ്. മറാത്തി ഭാഗവത മേഘനാഥ്, ഗുജറാത്തിൽ ഗുജറാത്തി ഭാഗവത പ്രേമാനന്ദ, ബംഗാളിയിൽ ബംഗാളി രാമായണ കൃതിവാസം. അതായത് ആ സമയത്തെ പ്രാദേശിക ഭാഷകളിൽ എഴുതിയിരിക്കുന്ന കൃതികളും അവരുടെ എഴുത്തുകാരൊക്കെയാണെന്നുള്ള തന്നിരുന്നു. ഇതിൽ മെയിനായിട്ട് എല്ലാം ഒന്നും ചോദിക്കില്ല. നോർമലി അധ്യാത്മരാമായണ എഴുത്തച്ഛനും ഹിന്ദിയിൽ രാമചരിതമാനസവും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പമ്പ ഇത് ഓർത്ത് വെച്ചോ, വിക്രമാർജുന വിജയം പമ്പ. മറ്റുള്ളതൊക്കെ നോക്കിയിട്ട് വെക്കുന്നത് നല്ലതാണ്, എപ്പോഴാണ് ചോദിക്കാൻ അറിയില്ല.
അറബി, പേർഷ്യൻ എന്നീ ഭാഷകളിലും ഇന്ത്യൻ പ്രാകൃത ഭാഷകളായ ഗഡിബോലി, ബ്രിഡ്ജ് മുതലായവ കൂടിച്ചേർന്നുണ്ടായതാണ് ഉറുദു ഭാഷ കേട്ടോ. അത് ഓർത്തോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഉറുദു ഭാഷ രൂപപ്പെട്ടത് അറബി, പേർഷ്യൻ ഭാഷകളും ഇന്ത്യൻ പ്രാകൃത ഭാഷകളായ ഗഡിബോലും ബ്രിഡ്ജ് മുതലായത് കൂടിച്ചേർന്നുണ്ടായതാണ് ഇത് ഉറുദു ഭാഷ. ഇനി മധ്യകാലഘട്ടത്തിൽ നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു. മുഗൾ ചക്രവർത്തി അക്ബറുടെ കാലത്ത് തർജ്ജമയ്ക്ക് വേണ്ടി മാത്രം എന്തുണ്ടായിരുന്നു, ഒരു വകുപ്പ് തന്നെ അന്ന് പ്രവർത്തിച്ചിരുന്നു. ഇനി അടുത്തത് ഉപനിഷത്തുക്കളും അഥർവവേദവും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ദാരാ ഷുക്കോ ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഉപനിഷത്തും അഥർവവേദവും പേർഷ്യയിലേക്ക് തർജ്ജമ ചെയ്ത ആരാണെന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതാരായിരുന്നു? ദാരാ ഷുക്കോ. ദാരാ ഷുക്കോ എന്ന് പറയുന്നത് ഷാജഹാൻ്റെ മകനാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാൻ്റെ മകനാണ് ദാരാ ഷുക്കോ. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇതിൽ മുഗൾ അതേപോലെ ആ ടൈമിലുണ്ടായിരുന്ന മധ്യകാലത്തുണ്ടായിരുന്ന സാഹിത്യവും അതേപോലെ അവരുടെ ഒരു കലയും എന്താണെന്നുള്ളതാണ് ജസ്റ്റ് എന്ത് ചെയ്തത് ഒന്ന് പറഞ്ഞിട്ട് പോയത്. നമുക്ക് അടുത്തതിന് വേറൊരു ചാപ്റ്ററിലേക്ക് അടുത്തൊരു ചാപ്റ്ററായിട്ട് പഠിക്കാം.